CPIM നേതാവ് പിണറായി വിജയൻ എന്തുകൊണ്ടാണ് സംഘപരിവാർ സംഘടനകളുടെ RSSന്റെയും BJPയുടെയും ഒക്കെ കണ്ണിലെ കരടാകുന്നത്? അതിന് ഒരുപാടൊന്നും അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. ഈ ഒരു പ്രസംഗം മതി. RSSന്റെ ആശയം, ആ ആശയത്തിൻ്റെ അടിവേരിൽ തന്നെ ആഞ്ഞു വെട്ടുകയാണ് പിണറായി വിജയൻ ചെയ്യുന്നത്. ഈ വാക്കുകൾ മാത്രം മതി പിണറായി വിജയനെ അജീവനാന്ത ശത്രുവായി RSSും സംഘപരിവാറും പ്രഖ്യാപിക്കാൻ. ഈ പറയുന്ന RSS നമ്മുടെ രാജ്യത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കളെക്കുറിച്ച് ഒരു ആശയം അവതരിപ്പിച്ചിരുന്നു. അവരുടെ ആ ആശയം എവിടെ നിന്ന് കിട്ടിയതാണ്? RSS സാധാരണ അവകാശപ്പെടുന്ന ആർഷഭാരത സംസ്കൃതിയിൽ നിന്ന് കിട്ടിയതാണോ? അതിൻ്റെ ഭാഗമായുള്ള അവരെപ്പോഴും വളരെ പവിത്രമായി പറയുന്ന വേദേതിഹാസങ്ങളിൽ എവിടെയെങ്കിലും ഇവർ പറഞ്ഞ ഭാഗമുണ്ടോ? ആഭ്യന്തര ശത്രുക്കളെന്ന് അവരെ കണ്ടത് ഈ രാജ്യത്തിലെ ന്യൂനപക്ഷങ്ങളെയും കമ്മ്യൂണിസ്റ്റുകാരെയുമാണ്. കൃത്യമായി പറഞ്ഞു, മുസ്ലിമും ക്രിസ്ത്യാനിയും കമ്മ്യൂണിസ്റ്റുകാരുമാണ് ഈ രാജ്യത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കളെന്ന്. രാജ്യത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കൾ എന്ന ആ സംജ്ഞ എവിടെ നിന്ന് കിട്ടിയതാ? അതാണ് നാം ഗൗരവമായി കാണേണ്ടത്. അത് ഹിറ്റ്ലറുടെ ആശയമായിരുന്നു. ഹിറ്റ്ലർ ജർമ്മനിയിൽ ആഭ്യന്തര ശത്രുക്കളെക്കുറിച്ച് പറഞ്ഞിരുന്നു. ജർമ്മനിയിൽ ഹിറ്റ്ലർ കണ്ട ആഭ്യന്തര ശത്രുക്കൾ അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും അവിടുത്തെ ന്യൂനപക്ഷവുമായിരുന്നു. ഹിറ്റ്ലർ അവരെ ജൂതരെന്നും ബോൾഷെവിക്കുകളെന്നും വിളിച്ചു. അവരാണ് ജർമ്മനിയുടെ ആഭ്യന്തര ശത്രുക്കളെന്ന്. ഹിറ്റ്ലർ അവിടുത്തെ ന്യൂനപക്ഷമായതുകൊണ്ടാണ് ജൂതരെ ആഭ്യന്തര ശത്രുവായി കണ്ടത്. അന്ന് കമ്മ്യൂണിസ്റ്റുകാരെ ബോൾഷെവിക്കുകൾ എന്ന പേരിലാണ് അറിയുന്നത്. അതുകൊണ്ടാണ് ഹിറ്റ്ലർ ബോൾഷെവിക്കുകൾ എന്ന് വിളിച്ചത്. അതേ രീതി തന്നെ ഇവിടെ RSS കടകൊണ്ട് ആശയം സ്വീകരിക്കുക മാത്രമല്ല, RSS ഒരു കാര്യം അർത്ഥശങ്കക്കിടയില്ലാതെ വ്യക്തമാക്കി. ലോകത്ത് ആഭ്യന്തര പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കുമെന്നതിന് ഉദാത്തമായ മാതൃകയാണ് ജർമ്മനി കാണിച്ചിട്ടുള്ളത്. അത് അനുകരണീയമായ മാതൃകയാണ്. അതായത് ഇന്ത്യയിൽ ഈ ആഭ്യന്തര പ്രശ്നം പരിഹരിക്കുന്നതിന്, ആഭ്യന്തര വൈരുദ്ധ്യങ്ങൾ പരിഹരിക്കുന്നതിന് RSS സ്വീകരിക്കുന്ന മാർഗം നാസികളുടേതാണെന്നർത്ഥം. നാസികൾക്ക് ജൂതരായിരുന്നു ആഭ്യന്തര ശത്രുവെങ്കിൽ RSSന് ഇവിടെ അത് ഇപ്പോൾ മുസ്ലിമായി മാറിയിരിക്കുന്നു. അതേയുള്ളൂ വ്യത്യാസം. മറ്റു ന്യൂനപക്ഷങ്ങൾ ഒഴിവല്ല, ഇപ്പോൾ മുസ്ലിമിനെ എടുത്ത് പന്താടാൻ തയ്യാറാകുന്നു എന്ന് മാത്രം. അപ്പോൾ ആഭ്യന്തര ശത്രുവിനെ നിഷ്കാസനം ചെയ്യാൻ ജർമ്മനി സ്വീകരിച്ച മാർഗം അതിക്രൂരമായതായിരുന്നുവെന്ന് എല്ലാവർക്കും അറിയാം. ലോകമാകെ അതിനെ അപലപിക്കാത്ത ആരുമില്ല. പക്ഷേ അന്നതിനെ പുകഴ്ത്തിപ്പറയാൻ RSS തയ്യാറായി എന്നാണ് നാം കാണേണ്ടത്. അവരെ അംഗീകരിക്കുകയും
അത് ഉദാത്തമായ മാതൃകയാണെന്ന് വാഴ്ത്തുകയും ചെയ്തു എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. എവിടുന്നാണ് RSSൻ്റെ സംഘടനാ രൂപം കിട്ടിയത്? ആർഷഭാരത സംസ്കൃതിയിൽ നിന്നാണോ? എവിടുന്നുമല്ല, ഇവിടെ എവിടുന്നുമല്ല. എന്ത് സംഘടനാ രൂപം വേണമെന്നത് പരിശോധിക്കാനും തീർച്ചപ്പെടുത്താനും വേണ്ടി അവർ എല്ലായിടങ്ങളിലും പരതി. അങ്ങനെ അവസാനം എത്തിപ്പെട്ടത് മുസോളിനിയുടെ അടുത്താണ്. അന്നത്തെ മുസോളിനിയുടെ ഫാസിസ്റ്റ് സംഘടനാ രീതി ഇത് തങ്ങൾക്ക് പറ്റിയതാണ് എന്ന് തീരുമാനിച്ചു. അപ്പോൾ ആശയം ഹിറ്റ്ലറുടേത്, സംഘടന മുസോളിനിയുടേത്. ഒന്ന് നാസം, മറ്റൊന്ന് ഫാസിസം. ഇതാണ് RSS. അത് അവരൊരിക്കലും മറച്ചു വച്ചിട്ടില്ല. എല്ലാ ഘട്ടത്തിലും പരസ്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായുള്ള ഒരുപാട് നടപടികൾ ഈ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായിട്ടുണ്ട്. നമ്മളെല്ലാം രാജ്യത്തെ ആകെ വേദനയിലാഴ്ത്തിയ ഒരുപാട് സംഭവങ്ങൾ. ഇതിൻ്റെ എല്ലാം തുടർച്ചയായിട്ട് വേണം പൗരത്വ നിയമ ഭേദഗതിയെ കാണാൻ.